അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖീമുസ് സ്വലാത്ത വആത്തുസ് സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ. സമാദരണീയനായ അധ്യക്ഷൻ UK അബ്ദുൽ ലത്തീഫ് ബാഖവി ഉസ്താദ്, മറ്റിവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കാത്തിരിക്കുന്ന അഭിമന്യരായ ഉസ്താദുമാരെ, സ്റ്റേജിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ സഹോദരന്മാരെ, വളരെയധികം സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ ഇന്ന് വികൃതമാക്കിക്കൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുമ്പോൾ അതിനെ കൃത്യമായി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിരോധിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ സംഘാടക സമിതിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പരിമിതമായ സമയമാണുള്ളത് കൊണ്ട് തന്നെ ആമുഖങ്ങൾ നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വിഷയം പറഞ്ഞ് ഇവിടെ ഒരു 3 വിഷയം കൂടി ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. എല്ലാവരും അത് കേട്ട്, ഒരാൾ കഴിയുമ്പോൾ ഒരാൾ പോകാതെ എല്ലാവരും കേട്ട് ഇൻഷാ അല്ലാഹ് ഈ വിഷയം മനസ്സിലാക്കി വളരെ റാഹത്തായിക്കൊണ്ട് പിരിയണമെന്ന് ആദ്യമായി അമോഘമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സക്കാത്ത് എന്ത്, എങ്ങനെ എന്ന വിഷയമാണ് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സക്കാത്ത് എന്നുള്ളത് നമുക്കറിയാം, ഇസ്ലാമിലെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സക്കാത്ത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് സക്കാത്ത് എന്നുള്ളത്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിന് എടുക്കപ്പെട്ടത് 5 കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഇഖാമിസ് സ്വലാം വഇതാഇസ് സക്കാ. ഷഹാദത്തും നിസ്കാരവും പറഞ്ഞ ഉടനെ മൂന്നാമതായി പറയുന്നത് സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. ഖുർആനിലൂടെ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ നിസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ വഅഖീമുസ് സ്വലാത്ത വആത്തുസ് സക്കാ, നിങ്ങൾ നിസ്കരിക്കണം, പിന്നെ പറയുന്നത് സക്കാത്ത് കൊടുക്കണമെന്നാണ്. ഒട്ടേറെ ആയത്തുകൾ സൂറത്തുൻ നിസായിൽ ഇങ്ങനെ കാണാം, വൽ മുഖീമീന സലാത്ത് വൽ മുഅ്തൂന സക്കാ. അധികം പണ്ഡിതന്മാരായതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സൂറത്തുൽ അംബിയായിൽ ഇങ്ങനെ കാണാം, വൗഹൈനാ ഇലൈഹിം ഫിഅൽ ഖൈറാത്ത് വഇഖാമസ് സലാത്ത് വഇതാഅസ് സക്കാത്ത്. സൂറത്തുൽ മുഅ്മിനൂനിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഇങ്ങനെ സക്കാത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഒട്ടേറെ ആയത്തുകൾ, എല്ലാം അർത്ഥം പറയേണ്ടത് ആവശ്യവുമില്ല, അതിന് പറ്റിയ സമയമല്ല. സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ചോ വളരെ ഗൗരവത്തോടെയാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ കൊടുത്തിട്ടില്ല എങ്കിൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഖുർആനിക ആയത്തുകളോട് നമ്മൾ നോക്കുമ്പോൾ, ഹദീസിലൂടെ നോക്കുമ്പോൾ എത്രയോ ഹദീസുകൾ കാണാൻ കഴിയും. സക്കാത്തിൻ്റെ പ്രാധാന്യം പറയുന്നതും സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം പറയുന്ന ഒട്ടേറെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഫുഖാക്കളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും, ഇദം തനഅൽ മുസ്തഹിഖൂന മിൻ അഖ്ദിസ് സക്കാത്ത്. സക്കാത്ത് വാങ്ങേണ്ട ആളുകൾ അവർ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ, വിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടെ കാണുന്നത് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ മാത്രമല്ല, വാങ്ങേണ്ട ആളുകൾ വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും തൊഫ പോലുള്ള ഫിഖിൻ്റെ കിതാബുകൾ കാണാം, വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്. ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അപ്പോൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ അർഹരായ ആളുകൾ വാങ്ങണം. അതിനെന്താ കാരണം പറഞ്ഞത്? ലിതഅതീലിഹിം അദ് ശിആറുൽ അളീം. ഇസ്ലാമിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഷിആറിനെ അവർ
അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ടില്ല, അതിനെ മോശമാക്കി അല്ലെങ്കിൽ മുടക്കാക്കി കളഞ്ഞു എന്ന കാരണം കൊണ്ട് വളരെ ഗൗരവമായ നിലപാട് അവർക്കിതിൽ എടുക്കണമെന്നാണ് ഫുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സക്കാത്ത് എന്നുള്ളത് ചെറിയ വിഷയമല്ല, അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്, വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. പക്ഷെ ഇന്ന് സക്കാത്ത് ഇങ്ങനെ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകളിലൂടെ. എടുത്തു പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി സക്കാത്തിനെ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. സംഘടനാ സക്കാത്ത് മാത്രമല്ല വിഷയം, അവരുടെ സംഘടന പിരിച്ചുണ്ടാക്കിയ സക്കാത്ത് അത് മാത്രമല്ല പ്രശ്നം. ആ സക്കാത്ത് അവർ ചെലവഴിക്കുന്നതൊക്കെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച രീതിയിലൂടെയല്ല. ഇസ്ലാം സക്കാത്തിനെ ഗൗരവത്തിൽ കാണുമ്പോൾ ഇവരുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സക്കാത്തിനെ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനവും മറ്റ് ബിദ്ഈ കക്ഷികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇത്ര ഗൗരവമായിക്കൊണ്ടിവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് സക്കാത്ത്? സക്കാത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് സക്ക എന്ന് പറയുന്ന വാക്ക്, സക്കാത്ത് എന്നൊരു ലോകത്തിൽ അത്തത്ഹീറു വൽ ഇസ്ലാഹു വൻ നമാഉ വൽ മദ്ഹു, ഇതൊക്കെയാണ് ഭാഷാപരമായിട്ടുള്ള അതിൻ്റെ അർത്ഥങ്ങൾ. ശുദ്ധീകരണം, വളർച്ച, പ്രശംസനം തുടങ്ങി ഒരുപാട് ഭാഷാപരമായ വാക്കുകളുണ്ട്. ഏതൊരു അറബി പദത്തിനും ഭാഷാപരമായ അർത്ഥമുണ്ടാവും, സാങ്കേതിക അർത്ഥമുണ്ടാവും, ശറഈ അർത്ഥമുണ്ട്. പക്ഷേ ഈ ഭാഷാ അർത്ഥം പറഞ്ഞിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് സക്കാത്തിനെ കുറിച്ചുള്ള ഭാഷാപരമായിക്കൊണ്ടുള്ള എല്ലാ അർത്ഥങ്ങളും, ആ അർത്ഥങ്ങൾ മുഴുവനും സുമ്യ ബിദാലിക ലിവുജൂദി തിൽക്കൽ മആനി കുല്ലിഹാ ഫീഹി. ബഹുമാനോടെ വഹാബിസം എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. സക്കാത്തിന് ഭാഷാപരമായി കൊണ്ട് പറയുന്ന തത്ഹീറായാലും ഇസ്ലാഹായാലും നമാ ആയാലും മദ്ഹായാലും എല്ലാം ആ ഭാഷയുടെ ആ അർത്ഥങ്ങളൊക്കെ ശറഈലും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് മഹാന്മാർ പറയാണ്, സക്കാത്ത് കൊടുക്കുന്നത് വഴി, ആ കൊടുക്കപ്പെടുന്ന വഴി അവൻ്റെ മുതലുകൾ പരിശുദ്ധമാവുകയാണ്, കൊടുക്കുന്ന ആളും പരിശുദ്ധനാവുകയാണ്. മാത്രമല്ല സക്കാത്ത് കൊടുക്കുന്ന വഴി അവൻ്റെ മുതലുകൾ വളരുകയാണ്. ബി ബറക്കത്തി ഇഖ്റാജിഹി വ ദുആഇൽ ആഖിദി ലഹു. സക്കാത്ത് ആർക്കാണോ കൊടുക്കുന്നെങ്കിൽ ആ കിട്ടുന്ന ആളുകൾ ദുആ ചെയ്യുന്നത് വഴി ഈ കൊടുക്കുന്നവൻ്റെ സക്കാത്ത് വളരുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് വൽ മുനാസബത്ത് ബൈനൽ മആൻ ശർഈ വൽ ലുഗവി, ശർഈയും ലുഗവിയുമായ രണ്ട് അർത്ഥങ്ങളും എല്ലാ അർത്ഥത്തിലും യോജിക്കുന്നുണ്ട്. മൗജൂദത്തുൻ അലാ കുല്ലി മിനൽ മആനിൽ ലുഗവിയ്യ, ഭാഷാപരമായ എല്ലാ അർത്ഥം കൊടുത്താലും സക്കാത്തിന് യോജിക്കുമെന്നാണ്. അപ്പോൾ സക്കാത്ത് എന്നുള്ള കേവലം ഏതെങ്കിലും ഒരു ആശയത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല. ഇനി സക്കാത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ചില പറയുന്ന കേട്ടാൽ തോന്നും സക്കാത്ത് എന്നുള്ള വെറും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മാത്രമാണ്. നമ്മൾ അങ്ങനെയല്ലത് മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് കൊടുക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്ന അള്ളാഹുവാണ്, മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ യുക്തിയിലേക്ക് നമുക്ക് നോക്കേണ്ടതേ ഇല്ല. യുക്തി ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. അള്ള പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഇബാദത്തിൻ്റെ മാനദണ്ഡം. അള്ളാഹും റസൂലും പറഞ്ഞ് ചെയ്യുക, ഞാൻ യുക്തി ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ സക്കാത്ത് മാത്രമല്ലല്ലോ, ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങളില്ലേ. പാവങ്ങളായ ആളുകളൊക്കെ വരുമ്പോൾ നമുക്കറിയില്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് ഇരിക്കുമ്പോൾ സഹാബികൾ പറഞ്ഞില്ലേ, കുന്ന ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സദരിൻ നഹാർ. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക മുത്തുനബി അടുക്കലേക്ക്. അപ്പോൾ ഫജാഅഹു ഖൗമൻ, ഒരു സംഘം ആളുകൾ ഇങ്ങനെ വരുന്നു. അവർക്ക് ചെരുപ്പില്ല, നഗ്നരാണ് പലരും, വളരെ സാമ്പത്തിക പ്രയാസമുള്ളവരാണവർ. അവർ വന്നപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ മുന്നിൽ എണീറ്റുന്നിട്ട് പറഞ്ഞു, ഇവരെ സഹായിക്കണം. സഹായിക്കുന്നതിന് ആവശ്യകത പറഞ്ഞു, സക്കാത്തല്ല, ഇത് സഹായമാണ്, പാവങ്ങളെ സഹായിക്കലാണ്. പാവങ്ങളെ സഹായിക്കാൻ സക്കാത്ത് മാത്രമല്ല, ഇസ്ലാമിൽ ഒട്ടേറെ സംരംഭങ്ങളുണ്ട്. അള്ളാഹു റസൂൽ തങ്ങൾ പറഞ്ഞപ്പോഴേക്ക് സഹാബത്ത് വീടുകളിൽ പോയി അവരെ കയ്യിലുള്ളെല്ലാം കൊണ്ടുവന്ന് 2 കൂമ്പാരമായി കൊണ്ട് മുത്തുനബിൻ്റെ മുന്നിൽ അവർ കൊണ്ടുവന്ന സദക്കകൾ കൂട്ടിക്കൂട്ടുകയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. പാവങ്ങളെ സഹായിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഫിഖിൻ്റെ കിതാബിലെ കാണാലോ, പാവങ്ങളായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് ഫർള് കിഫയായിട്ട് പരിചയപ്പെടുത്തുന്നത്.
അപ്പോൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല സക്കാത്ത് മാത്രമല്ല പാവങ്ങളെ സഹായിക്കാനുള്ള മാർഗം. രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത ആളുകൾ സക്കാത്തിനൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് പരിചയപ്പെടുത്തുകയും എന്നിട്ട് അവരെ യുക്തിക്കനുസരിച്ച് കൊണ്ട് സക്കാത്തിനെ മാറ്റുകയും ചെയ്യാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാമിങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഷറഹ് മുഹദ്ദബ് രേഖപ്പെടുത്തിയില്ലേ, ഇസ്മുൽ അഹദി ഷൈഇൻ മഖ്സൂസിൻ മിൻ മാലിൻ മഖ്സൂസിൻ അലാ ഔസാഫിൻ മഖ്സൂസ ലിത്തായിഫത്തിൻ മഖ്സൂസ. കേവലം ഒരു കൊടുക്കലും വാങ്ങലും അല്ല സക്കാത്ത്. പ്രത്യേകം ഇനം മുതലുകളിൽ നിന്ന് എല്ലാ മുതലുകൾക്കും സക്കാത്തില്ല. നമ്മുടെ എല്ലാ സമ്പത്തിനും സക്കാത്തില്ല. അതന്നെ മനസ്സിലാക്കാം. സക്കാത്ത് കേവലം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപാട് മുതലുകൾക്ക് സക്കാത്തില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു നാട്ടിൽ സക്കാത്ത് നിർബന്ധമില്ലാത്ത സമ്പത്ത് മാത്രമേ ആ നാട്ടിലുള്ള സങ്കല്പിക്കുക. ഒരു നാട്ടിൽ ആ വസ്തുവിന് സക്കാത്ത് നിർബന്ധമില്ല, അത് മാത്രമേ നാട്ടിലുള്ളൂ എങ്കിൽ ആ നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അവസാനിപ്പിക്കണ്ടേ? നിർമ്മാർജ്ജനം നടത്തണ്ടേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണ്ടേ? അപ്പോൾ ഇത് ഈ വാദം ശരിയല്ല. സക്കാത്ത് എന്നുള്ളത് പ്രത്യേകമായ ചില മുതലുകളിൽ നിന്ന് പ്രത്യേകമായ കണക്ക് പ്രകാരം അത് കൊടുക്കപ്പെടുന്നതോ ആ കൊടുക്കപ്പെടുന്ന തായിഫത്തിൻ മഖ്സൂസ, അപ്പോൾ പ്രത്യേകമായ ടീമിനാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഫുഖഹാക്കൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സക്കാത്തിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇപ്പോൾ തങ്ങന്മാർക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല. തങ്ങന്മാർക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇന്ന ഹാദിഹി സദഖാത്ത്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നമാഹി ഔസാഖുന്നാസ് വഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്കോ മുത്തുനബിയുടെ കുടുംബത്തിനോ സക്കാത്ത് അനുവദനീയമല്ല. അപ്പോൾ അവരിൽ പാവങ്ങൾ ഉണ്ടാവില്ലേ? ആ പാവങ്ങളെ രക്ഷിക്കണ്ടേ? സക്കാത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമാണെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊണ്ട് വിശുദ്ധ ഇസ്ലാം പ്രധാനമായിട്ട് ലക്ഷ്യമാക്കുന്ന ഖുർആൻ എന്താ പറഞ്ഞത്? ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം. അതാണ് ലക്ഷ്യം. അല്ലാഹ് പറഞ്ഞത് പ്രകാരം അവൻ്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട കണക്ക് പ്രകാരം കൊടുത്ത് അവൻ പരിശുദ്ധനായി തീരുക, അവൻ്റെ സമ്പത്ത് പരിശുദ്ധമാക്കി തീർക്കുക. സ്വാഭാവികമായിട്ടും അവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമൊക്കെ ഉണ്ടായി മാറും. പാവങ്ങളെ സഹായിക്കലുണ്ടാകും. എത്രയോ ആളുകൾ സക്കാത്ത് വഴി സാമ്പത്തിക രംഗത്ത് വളർച്ച ലഭിച്ചവരായിത്തീരും. പക്ഷേ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അതല്ല. നമ്മുടെ ലക്ഷ്യത്തിൽ അതൊക്കെ പെടാം. പക്ഷെ ആത്യന്തികമായിട്ട് ഏതൊരു ഇബാദത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹ് പറഞ്ഞതുപോലെ ചെയ്യുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുക. അപ്പോൾ അതിന് പൂർണ്ണതയിലെത്തുക. നമ്മുടെ യുക്തിക്കനുസരിച്ച് കൊണ്ട് മാറ്റം വരുത്തേണ്ടതല്ല ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടവരാണ്. ഇനി സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് നൽകേണ്ടത്? അവിടെയാണ് വലിയ പ്രശ്നങ്ങൾ കാണുന്നത്. ഇന്ന് ചില ആളുകൾ പറയുന്നത് സംഘടിതമായി തന്നെ നൽകണമെന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ കാണുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ നേതാവ് എ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇതിൻ്റെ 202 പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് സക്കാത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് സക്കാത്ത് എന്നുള്ളത് അത് എങ്ങനെ കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതായത് അഗ്നിയാകാനുള്ള സ്വഭാവ ഗുണമാണ് അതിന് ചൂടും പ്രകാശവും ഉണ്ടാവുക എന്നത്. ഈ സ്വഭാവം നഷ്ടപ്പെട്ടാൽ അതിന് അഗ്നി എന്ന് പറയുകയില്ല. ഇതുപോലെ സക്കാത്താകണമെങ്കിൽ അതിൻ്റെ സ്വഭാവ ഗുണമാണ് അത് സംഘടിതമായി ജമാഅത്തായി നിർവഹിക്കുക എന്നത്. ഇപ്പോൾ സക്കാത്ത് ജമാഅത്തായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ, സംഘടിതമായി കൊടുത്തിട്ടില്ല എങ്കിൽ സക്കാത്താവൂല. ഇങ്ങനെ ആര് പഠിപ്പിച്ചു? ഏതൊരു ഇമാം അങ്ങനെ പഠിപ്പിച്ചു? ഏതെങ്കിലും പൂർവികരായ ഏതെങ്കിലും ഇമാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? സക്കാത്തായി മാറണമെങ്കിൽ സംഘടിതമായിട്ട് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലല്ലോ, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവരെന്താ ന്യായം പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉ റാഷിദീങ്ങളൊക്കെ സക്കാത്ത് പിരിച്ചു കൊടുത്തിട്ടില്ലേ? അത് കൊടുത്തിട്ടുണ്ട്. അതേത് സക്കാത്താണ്? സക്കാത്ത് 2 ഐറ്റം ഇല്ലേ? അംവാലുൽ ലാഹിറയില്ലേ, അംവാലുൽ ബാത്തിനയുമില്ലേ? രണ്ടുമുണ്ടെന്ന് പ്രബോധനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കാണുന്ന ഈ പ്രബോധനത്തിൽ 2015 ജൂലൈ ഇതിൻ്റെ 22 പേജിൽ
വളരെ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുലഫാ ഉർ റാഷിദീങ്ങളും ഏത് സക്കാത്താണ് പിരിച്ചു കൊടുത്തത്? അവരേതാണ് പിരിച്ചു കൊടുത്തത്? എല്ലാ സക്കാത്തും പിരിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. സക്കാത്ത് 2 ഐറ്റമുണ്ട്. അതിലേതാണ് പിരിച്ചു കൊടുത്തത് വായിക്കാം. സംഭരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലത്തും ഉദ്യോഗസ്ഥന്മാർ പ്രത്യക്ഷധനമായ കാർഷിക വിളകളുടെ സക്കാത്തും മാത്രമാണ് നിർബന്ധപൂർവം ശേഖരിച്ചിരുന്നത്. സ്വർണം, വെള്ളി, നാണയങ്ങൾ, കച്ചവടം തുടങ്ങിയ പരോക്ഷധനത്തിൻ്റെ സക്കാത്ത് വ്യക്തികൾ സ്വമേധയ ബൈത്തുൽ മാലിൽ അടക്കുകയായിരുന്നു പതിവ്. അപൂർവം ചിലപ്പോൾ സ്വന്തം നിലയിൽ അവകാശികൾക്ക് നൽകാനും വ്യക്തികൾക്ക് അനുവാദം നൽകിയിരുന്നു എന്ന് കാണാം. കണ്ടോ, പ്രത്യക്ഷമായ ധനമുണ്ട്, പരോക്ഷമായ ധനമുണ്ട്. അംവാലുൽ ലാഹിറ, അംവാലുൽ ബാത്തിന. ഫുഖാക്കൾ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ ഫുഖാക്കൾ പറയുന്നുണ്ട്, അംവാലുൽ ലാഹിറ എന്താണ്, അംവാൽ ബാത്തിന ഏതൊക്കെയാണ്? വൽ അംവാലുൽ ബാത്തിന ഹിയ ദഹബു വൽ ഫില്ലത്തു വൽ റികാസു വ ഉറൂദുത് തിജാറ വ സകാത്തുൽ ഫിത്ർ വൽ അംവാലുൽ ലാഹിറ അസ്സുറൂഉ വൽ മവാശി വസ്സിമാറു വൽ മആദിൻ. ഭാരതന്മാരായ ഫുഖാക്കൾ വളരെ കൃത്യമായി കൊണ്ട് ഏതാണ് പരോക്ഷമായ ധനമെന്നും ഏതാ പ്രത്യക്ഷമായ ധനമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ മാടുകളൊക്കെ, ആടുകളുണ്ടെങ്കിൽ ആൾക്ക്, ഒട്ടകങ്ങളുണ്ടെങ്കിൽ, പശു ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള മാട് ഐറ്റംസുകളൊക്കെ എല്ലാവരും കാണുന്ന സാധനമാണ്. അതിനാണ് പ്രത്യക്ഷമായ മുതലുകൾ എന്ന് പറയാം. അതാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുലഫാ ഉർ റാഷിദീങ്ങളും പിടിച്ചു കൊടുത്തു അല്ലെങ്കിൽ പിരിച്ചെടുത്തു കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അല്ലാത്ത മുതലൊന്നും പിരിച്ചു കൊടുത്തു എന്ന് എവിടെയുമില്ല. പക്ഷെ ഇന്ന് ഇവർ ചെയ്യുന്നേതാ? ഇന്ന് ആടല്ല ഇവർ പിരിച്ചെടുക്കുന്നത്. ഇവർ പിരിച്ചെടുക്കുന്നേതാ? കച്ചവടത്തിൻ്റെ സക്കാത്ത്. ഈ ഫുഖഹാക്കളൊക്കെ പറഞ്ഞ ആ ഭരണാധികാരികളുള്ള കാലത്ത് പോലും അവർ പോലും പിരിച്ചെടുക്കാത്ത സക്കാത്താണ് ഇന്ന് ബൈത്തു സക്കാത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ സംഘടിത സക്കാത്തിൻ്റെ പേരിലായാലും പല പേരിലാണെന്നുള്ളത്. കേരള സക്കാത്തുണ്ട് ടീമുണ്ട്, സക്കാത്ത് കേരള അല്ലേ, സക്കാത്ത് കേരള ടീമുണ്ട്, പല ടീമുകളുണ്ട്. അവരൊക്കെ പിരിച്ചെടുക്കുന്ന ഫുഖാക്കൾ പഠിപ്പിച്ചതാണോ അല്ലെങ്കിൽ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണോ? അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് 2 ഐറ്റം സക്കാത്ത് ഉണ്ടെന്നുള്ള വിഷയങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ജിഇതു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിമിഅത്തി ദിർഹം. ഞാൻ ഒരിക്കൽ 200 ദിർഹമായി കൊണ്ട് മുത്തുനബിയുടെ മഹാനായ ഉമർ അള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ സക്കാത്തു മാലി, ഇതെൻ്റെ മുതലിൻ്റെ സക്കാത്താണ്. അപ്പോൾ ഉമർ അള്ളാഹ് എന്താ പറഞ്ഞത്? ഉമർ അള്ളാഹ് പറഞ്ഞു, ഇദ്ഹബ് ബിഹാ, നീ അതുകൊണ്ട് പോയിക്കോ, എന്നിട്ട് ഫക്സിംഹ, നീ അത് ഒരിച്ചു കൊടുത്തോ. ഇതിന് ഇദ്ദേഹം പറഞ്ഞെന്താ? സക്കാത്ത് സംഘടിതമായി കൊടുത്താൽ മാത്രമേ സക്കാത്താകുകയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പരോക്ഷമായ മുതലായപ്പോൾ, സക്കാത്തൻ്റെ മുതലായപ്പോൾ എന്താ പറഞ്ഞ വാക്ക്? നീ അത് കൊണ്ടുപോയിക്കോ, നീ തന്നെ ഓഹരി വെച്ച് കൊടുത്തോ എന്ന് പറഞ്ഞത്. ഇവർ പറയുന്നതോ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇനി ഫുഖാക്കൾ എന്താ പറഞ്ഞു? ഫുഖാക്കൾ പറഞ്ഞു നോക്കുന്നു, വലഹു, ഈ സമ്പത്തിൻ്റെ ഉടമസ്ഥനക്ക് അനുവദനീയമാണ് ബാത്തിനായ പരോക്ഷമായ മുതലിൻ്റെ സക്കാത്ത് അവനക്ക് തന്നെ നേരിട്ട് കൊടുക്കാം. വലൈസലിൽ ഇമാമി അയ്യത്തുലുബ്ഹ, ഇമാമിനിക്ക് ഈ പരോക്ഷമായ മുതലിൻ്റെ സക്കാത്ത് ഇമാമിന് പോലും തേടാൻ പാടില്ലെന്ന ആ വിഷയത്തിൽ ഇജ്മാ എന്ന ആർക്ക് അഭിപ്രായ തസമുല്ല. ഇമാമിങ്ങൾ മേടിച്ച ഏതാണ്? പ്രത്യക്ഷമായിട്ടുള്ള മുതലിൻ്റെ സക്കാത്താണ് ഇമാമിങ്ങൾ വാങ്ങിയെന്ന് പറയുന്നത്. ഇവർ പ്രചരിപ്പിക്കുന്നു നേരെ തിരിച്ചുമാണ്. അപ്പോൾ ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഇന്ന് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊടുക്കപ്പെടുന്ന ആളുകൾ, ഇവരെ ലക്ഷ്യം വേറെന്തൊക്കെയാണ്? അവകാശികൾക്കല്ലല്ലോ ഇവർ കൊടുക്കുന്നത്. ഇവരാർക്കാണ് കൊടുക്കുന്നത്? നോക്കൂ നിങ്ങൾ, 2015 ജൂലൈയിലെ പ്രബോധനം മാസിക ഞാൻ വായിക്കാം. ഇവരെ ലക്ഷ്യത വിശുദ്ധ ഖുർആൻ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ ആർക്കാണ്? ഇവരാർക്കാണ് കൊടുക്കുന്നത്? എങ്ങനെ കൊടുക്കണം ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ 24ാമത്തെ പേജിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനത്തിൽ ഇതിൽ കൊടുക്കേണ്ട ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൽ പറയും, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫീ സബീലില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനവർ വ്യാഖ്യാനം കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇന്നിപ്പോൾ ഇസ്ലാമിക പ്രബോധനം ചെലവേറിയ കാര്യമാണ്. ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ പ്രചരണത്തിന് നേരിടുക, മറുപടി പറയുക, ഈ വിഷയത്തിൽ പുസ്തകങ്ങളും ലേഖനങ്ങളും പത്രമാസികകളും പ്രസിദ്ധീകരിക്കുക, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ സ്ഥാപിക്കുക,
തുടങ്ങിയവയൊക്കെ ഇന്ന് ഇസ്ലാമിക മാർഗത്തിലെ സുപ്രധാനമായ പ്രവർത്തനങ്ങളാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് സക്കാത്തിൻ്റെ പണം ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ IPH-ന് സക്കാത്തിൻ്റെ ഫണ്ട് മാറ്റിവെക്കാം, മീഡിയ വണ്ണിന് സക്കാത്തിൻ്റെ ഫണ്ട് മാറ്റിവെക്കാം, മാധ്യമത്തിന് സക്കാത്തിൻ്റെ ഫണ്ട് മാറ്റിവെക്കാം, പ്രബോധനം അടിച്ചിറക്കാൻ സക്കാത്തിൻ്റെ ഫണ്ട് മാറ്റിവെക്കാം. ഏത് പ്രബോധനം? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനെക്കുറിച്ച് എന്തിനാണ് മുത്തുനബിയെ മറവിച്ച് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ? പുറത്ത് വെച്ചാൽ അത് ജീർണിച്ച് ദുർഗന്ധമടിച്ച് വിഷം, അത് വമിക്കാനും വഹിക്കാനും സഹിക്കാനും ആളുകൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അത്രേ മുത്തുനബിയെ മറവിച്ചത്. മഅദല്ലാ, ഇത് എഴുതി വെച്ച പ്രബോധനം നമ്മളെ പാവങ്ങളെ സക്കാത്ത് വാങ്ങി കൊടുക്കണം. അതിനാ മുത്തുനബിയെപ്പോലും അവഹേളിക്കുന്ന പ്രബോധനം. ആ പ്രബോധനം അടിക്കാനാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? അത് കൃത്യമായി എഴുതിയിരിക്കുകയാണ്. ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ മീഡിയ വൺ, ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ മാധ്യമം, ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ പ്രബോധനം. ഇതിനൊക്കെയാണ് അത്രേ സക്കാത്ത് കൊടുക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്? അടുത്ത് സക്കാത്ത്, എത്തീങ്ങാനൊക്കെ സക്കാത്ത്, ഇതൊക്കെ പ്രബോധനമാണ്. ഇതൊക്കെ ഇതാണ് ബൈത്തു സക്കാത്ത്. കേൾക്കുമ്പോൾ എല്ലാവരും നല്ല പേരല്ലേ, നല്ല സാധനമല്ലേ, എന്താ കൊടുത്താലെന്നെല്ലാം ചിന്തിക്കുന്നത്. നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ പറയുന്നു, മോഡൽ ഓർഫനേജ്, ആലുവയിലുള്ളൊരു മോഡൽ ഓർഫനേജിനെ പരിചയപ്പെടുത്തിയിട്ട് അതിന് സക്കാത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. 2015 പ്രബോധനത്തിൽ നോക്കൂ നിങ്ങൾ, ഞാൻ വായിക്കാം. ഇതിൻ്റെ 22ാമത്തെ പേജ്, മോഡൽ ഓർഫനേജ്. ഇതിൻ്റെ ഓർഫനേജിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് പറയാം, റമദാനിൽ താങ്കളുടെയും സുഹൃത്തുക്കളുടെയും സക്കാത്ത് സദക്ക, രണ്ടാണല്ലോ. അറിഞ്ഞാൽ സക്കാത്ത് രണ്ടെന്ന് മനസ്സിലാക്കേണ്ട. അത് റമദാനിൽ പൊതുവെ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണ്. അല്ല, സക്കാത്ത് അല്ല ഉദ്ദേശിച്ചെന്ന് പറയണ്ട. സക്കാത്ത് വേറെ പറയുന്നുണ്ട്, സദക്ക വേറെ പറയുന്നുണ്ട്. ആര് കൊടുക്കാൻ? സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ. ഇനി അടുത്തോ, LKG മുതൽ ട്യൂഷൻ സെൻറ്ററിന് വരെ സക്കാത്ത്. LKG ഒക്കെ പഠിപ്പിക്കുക, കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല പഠിപ്പിക്കുക. ആ സ്ഥാപനത്തിനും കൊടുക്കണം സക്കാത്ത്. 2008 സെപ്റ്റംബറിലെ 27ാം മുസ്ലിം പ്രബോധനം 34ാമത്തെ പേജ്. ഇതിൻ്റെ 34ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ, എന്താ പരിചയപ്പെടുന്നത്? ദ മെസ്സേജ് എന്ന് പറയുന്ന ഇവരൊരു സ്ഥാപനം. അതിലെന്തൊക്കെയുള്ളത്? മെസ്സേജ് സ്കൂൾ, LKG മുതൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്, ട്യൂഷൻ സെൻ്റർ ഉണ്ട്, മെസ്സേജ് വിമൻസ് കോളേജ് ഉണ്ട്, മെസ്സേജ് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഇതിനൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നു. ഇതിനൊക്കെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങളെ സക്കാത്തിൻ്റെ വിഹിതം ഏൽപ്പിക്കണം. LKG പഠിപ്പിക്കാൻ സക്കാത്ത്. LKG പഠിപ്പിക്കേണ്ടെന്നല്ല നമ്മൾ പറയണത്, അതിനെ സഹായിക്കേണ്ടെന്നല്ല പറയുന്നത്. അതൊക്കെ സഹായിക്കണം, പക്ഷെ സക്കാത്ത് കൊണ്ട് കളിക്കരുത്. ഖുർആൻ പറഞ്ഞ 8 വിഭാഗത്തിൽ എവിടെ LKG? ഇല്ലല്ലോ. എവിടെ ട്യൂഷൻ സെൻ്റർ? ഇല്ലല്ലോ. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇവരാണ് ഈ ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ലോക തട്ടിപ്പുമായിട്ട് നടക്കുന്നത്. ഇത് തിരിച്ചറിയണ്ടേ നമ്മൾ? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? അതിനാണ് നമ്മളെല്ലാവരും കൂടി ഇത് തീരുമാനിച്ചത്. അടുത്തത് സയൻസ് ലാബിന് സക്കാത്ത്. ഇതാ പ്രബോധനം, ഒക്കെ പ്രബോധനം തന്നെ. ഇതിൻ്റെ 2005 ഒക്ടോബർ മാസത്തിലിറങ്ങിയ ഈ പ്രബോധനത്തിൻ്റെ 17ാമത്തെ പേജിൽ പറയുന്നു, സയൻസ് ലാബിന് സക്കാത്ത് കൊടുക്കണം. എന്തിനൊക്കെ റബ്ബേ ഇനി കൊടുക്കേണ്ടി വരിക? പറഞ്ഞിപ്പോൾ പറയുന്നു, അമുസ്ലിമിനും സക്കാത്ത് കൊടുക്കണം. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായി പറഞ്ഞ കാര്യമാണിത്. എന്നിട്ട് പറയുന്നു, അമുസ്ലിമിനും സക്കാത്ത് കൊടുക്കുക. ഒക്ടോബറിൽ പ്രബോധനത്തിൻ്റെ 2005 ഒക്ടോബറിൽ ഇതിൻ്റെ 15ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നു, അമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ. ഞാൻ വായിക്കാൻ സമയമില്ല. ഞാൻ കാര്യങ്ങളൊക്കെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ എല്ലാ തട്ടിപ്പുകളും ബഹുമാന്യനായ റഹ്മത്തുള്ളാഹി സഖാഫിസ്തോടെ പറയാൻ കാത്തിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം തീർക്കുന്ന നിൽക്കുമെന്ന് മാത്രം പറയാം. ഇവിടെ നോക്കൂ നിങ്ങൾ, എല്ലാ മതവിഭാഗങ്ങൾക്കും ഇതിലൊരു പരസ്യമാണ്. ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഇവരുടെ കനിവ് എന്ന് പറയുന്ന സെൻ്ററുണ്ട്. അതിൽ ജാതി മതഭേദമന്യേ എല്ലാവരും വരുന്നുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി സക്കാത്തിൻ്റെ കാശ് കൊടുക്കണം. അപ്പോൾ ഹിന്ദുവിനും സക്കാത്ത്, ക്രിസ്ത്യാനിക്കും സക്കാത്ത്. ഞാനീ പറയുന്നത് അവരെ സഹായിക്കേണ്ടെന്നല്ല, സഹായിച്ചേ പറ്റൂ. നമ്മൾ സഹായിക്കണം, അവരൊക്കെ സഹായിക്കണം. പക്ഷെ സക്കാത്ത് പറ്റൂലല്ലോ. ഇസ്ലാമിൽ ഓരോ നിയമങ്ങളില്ലേ, അവരെ സഹായിക്കണം. എല്ലാവരും സഹായിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നമുക്ക് എല്ലാവർക്കും സെൻ്ററുകളില്ലേ? നമ്മൾ ആരെങ്കിലും അവിടത്തേക്ക് റമദാനിൽ ഞങ്ങളെ സക്കാത്ത് അതിന് തരുമെന്ന് പറയാറുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പാവങ്ങളെ സഹായിക്കാൻ. അവിടെ ആരും ഒരു മതങ്ങളെ വേലികെട്ടില്ല. എല്ലാ മതങ്ങളെയും എല്ലാവരും സഹായിക്കുന്നു. പക്ഷെ സക്കാത്തിൻ്റെ കാശ് അതിന് മാറ്റി വെക്കാൻ പാടില്ല. പിന്നെയോ എല്ലാ മതക്കാർക്കും കൊടുക്കണമെന്നാണ്. ഇങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ
പ്രത്യേകിച്ചും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, അതിൽ പറയുന്നുണ്ട് ജാതി മതങ്ങളെ പരിഗണിക്കാതെ. അതൊക്കെ പ്രബോധൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാൻ സമയത്തുണ്ട്. പ്രബോധൻ 2005 ഒക്ടോബർ. ജാതി മതങ്ങളെ പരിഗണിക്കാതെ ഞങ്ങൾ വല്ലാതെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് സക്കാത്ത് തരണം. അപ്പോൾ ഈ സക്കാത്ത് എവിടേക്കാണ് പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഇതേതായത് ഷബാബിൽ പറയും, നോക്കൂ നിങ്ങൾ, സംഘടനാ നേതാക്കന്മാർ സക്കാത്ത് എന്തോ ചെയ്തോട്ടോ, നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ കൊടുത്തോളണം. ഞാൻ വായിക്കാം. ഷബാബിൽ എഴുതിയിരിക്കുന്നത്, ഭരണാധികാരികളും നേതാക്കളും വേണ്ടത്ര നീതി കാണിക്കാത്തവരാണെന്ന് ആശങ്കയുണ്ടെങ്കിൽ പോലും സക്കാത്ത് അവർക്ക് നൽകണം. ഇപ്പോൾ ഈ അടുത്തല്ലേ ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാവൊക്കെ ഇവർ ഇവിടുന്ന് ഉദ്ധരിക്കും ഞാൻ വിചാരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാവ് അതിൽ പെട്ട ആൾ തന്നെ പുറത്തു വന്നിട്ട് പറഞ്ഞില്ലേ, അവിടെ സക്കാത്ത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അങ്ങനെ നിങ്ങൾ അറിഞ്ഞാൽ പോലും, എന്ത് നേതാക്കന്മാർ ഈ സക്കാത്തൊക്കെ പുട്ടടിക്കുകയാണെന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾ കൊടുത്തോളണം. അത് ചോദിക്കാൻ നിൽക്കരുത്, അത് കൊടുത്തോളണം. എന്തൊരു സക്കാത്ത് എന്തിനാണ് ഉപയോഗിച്ചത്? ഇത് KNM-ൻ്റെയാണ്, KNM-ൻ്റെയാണിത്. KNM-ൻ്റെ സക്കാത്ത് ഞാൻ ഒന്ന് വായിക്കാം. സക്കാത്ത് നോക്കൂ നിങ്ങൾ, KNM കാരാപ്പറമ്പ് ഷാഖ സക്കാത്ത് സെൽ 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക് കേട്ടോളൂ. സക്കാത്തിൻ്റെ കണക്കാണ്. മുൻ വർഷത്തെ ബാക്കി സക്കാത്തിലേ, ഇങ്ങനെ മുൻ വർഷത്തെ ബാക്കി ഉണ്ടാകില്ല. സക്കാത്ത് അതാത് കാലത്തിൽ അവിടെ കൊടുക്കില്ല വേണ്ടത്. പിന്നെയോ ബാങ്ക് പലിശ, അതായത് മുൻകാലത്തെ സക്കാത്തിൻ്റെ ബാക്കി ബാങ്കിൽ കൊണ്ടുപോയിട്ടപ്പോൾ അതിന് പലിശ കിട്ടി, അതും സക്കാത്ത് കൂട്ടുക. പ്രിൻറ്റിങ് ചാർജ്, പിന്നെയോ കടം വീട്ടാൻ സഹായം, വീട് നിർമ്മാണ റിപ്പയർ, തൊഴിൽ സഹായം, കുടുംബ പെൻഷൻ, ഇങ്ങനെ തുടങ്ങി കേന്ദ്ര വിഹിതം എന്ന് പറഞ്ഞാൽ ആരാ? KNM-ന്. KNM ജിന്ന ഇറക്കണോ ഇറക്കേണ്ട തീരുമാനിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എവിടേക്കാണ് ഈ പൊക്കെ പോകുന്നത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് ഇവർ പറയെന്താ, നമ്മളിതിൽ പാവങ്ങളെ സഹായിക്കുന്നതിനെതിരാണ്. പക്ഷേ ആ വിഷയങ്ങളൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട വഹാബി സാഹിബ് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാനിതിലേക്കൊന്നും പോകുന്നില്ല. എന്നെ ഏൽപ്പിക്കപ്പെട്ട വിഷയം സമയവും കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കാം, ഈ സക്കാത്തിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പാണത്. ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരിട്ട് അവരെ സ്ഥാപനം നടത്താൻ പിരിവെടുത്താൽ കിട്ടൂല, അവർക്കറിയാം, സംഭവം കൊടുക്കൂല. അപ്പോൾ പിന്നെ ഒരു മാർഗ്ഗമാണ് സക്കാത്തിൻ്റെ പേര് പറഞ്ഞ് സ്ഥാപനങ്ങളിലേക്കും മറ്റും പോകുക എന്നുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്കും ഈ മണ്ണിൽ വളരാൻ കഴിയില്ല. അള്ളാഹു സത്യസന്ധമായി കാര്യങ്ങൾ പറയാനും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.